ഹലോ ഗൈസ്, എന്തല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കേണ്ട ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. അവിടെ ചെന്നുള്ള രണ്ടുപേരുടെയും ചർച്ചയാണ് ഈ കാണുന്നത്. ചർച്ചയ്ക്കൊടുവിൽ ആകെ എടുത്തത് ഒരു തേങ്ങ. ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് എങ്ങനെയും ഇവിടുന്ന് എങ്ങനെയും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളത്. എനിക്ക് ഒത്തിരി തിരക്ക് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്നെപ്പോലെ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ. എന്നിട്ട് തന്നെ നേരെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചു ഫുഡ് കഴിക്കും. ഫുഡൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടനെ കൊണ്ടു തന്ന കുറച്ച് വെജിറ്റബിൾസ് എന്നാൽ ഉള്ളതാട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതൊക്കെ കടിച്ചു മുടിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കഥാനായകൻ എത്തിയിരിക്കുന്നു. നല്ല മുരുമുരാന്നിരിക്കുന്ന പൊറോട്ടയും നല്ല ബീഫ് ഫ്രൈ. എനിക്ക് ഇവിടുത്തെ ബീഫ് ഫ്രൈ അത്യാവശ്യം ഇഷ്ടമാണ്. നല്ല നാട്ടിലെ ടേസ്റ്റ് അങ്ങനെ എങ്ങും കിട്ടില്ല, എന്നാലും നമുക്ക് ഒപ്പിക്കാം. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ഒരു ബീഫ് ഫ്രൈ. പിന്നെ അങ്ങനെ അതും പൊറോട്ടയും കൂടെ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ ആക്രാന്തവും ആ ഒരു വെപ്രാളമൊക്കെ കണ്ട ആ കടയിലൊരു 10 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും ഒക്കെ കഴിക്കുന്ന പോലെ ആയിരുന്നു. പക്ഷേ ഒരു പൊറോട്ട തന്നെ ഞാൻ കഴിക്കാനെടുത്തത് ഏകദേശം എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കും. അവസാനം അവരെല്ലാം എണ്ണീറ്റ് പോകുമ്പോൾ ഇങ്ങനെ എനിക്ക് വെപ്രാളം, അയ്യോ അവർ എണ്ണീറ്റല്ലോ, ഇനി പെട്ടെന്ന് കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ നൗഫലൊക്കെ പറഞ്ഞു ഓങ്കി പകുതി എനിക്കതാ, ഞാൻ കഴിക്കാമെന്ന്. അങ്ങനെ നൗഫലൊക്കെ എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ അത്രയുള്ളൊരു